ദളിത് പെൺകുട്ടിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിഷേധിച്ച് വ്യവസായി വിദ്യാധരൻ കാട്ടൂർ. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും വിദ്യാധരൻ കാട്ടൂർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 17-കാരിയായ പെൺകുട്ടിയുടെ ദുരൂഹ മരണത്തിൽ പെൺകുട്ടിയുമായോ മരണവുമായി ബന്ധമുണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന വ്യക്തികളുമായോ തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് പാണത്തൂരിലെ വ്യവസായിയും കാഞ്ഞങ്ങാട്ടെ താമസക്കാരനുമായ വിദ്യാധരൻ കാട്ടൂർ പറയുന്നത്. താൻ വിദേശത്തേക്ക് കടന്നുവെന്നും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിച്ചുവെന്നുമുള്ള വാർത്തകൾ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. എന്നാൽ ഈ കേസിൽ തന്നെ ഇതുവരെ ചോദ്യം ചെയ്യുകയോ പ്രതി ചേർക്കുകയോ ചെയ്തിട്ടില്ല. ആരോപണമുന്നയിച്ച കേരള പട്ടികജാതി സമാജം ഭാരവാഹികൾക്കും തന്റെ പേര് പരാമർശിച്ച് വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ഏതറ്റം വരെയും നിയമപരമായി പോരാടുമെന്നും ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും വിദ്യാധരൻ കാട്ടൂർ കൂട്ടിച്ചേർത്തു. വാർത്തയിൽ പ്രതിപാദിച്ചതുപോലെ വ്യവസായിയും ബസ്സുടമയുമായ വിദ്യാധരൻ കാട്ടൂർ വിദേശത്തേക്ക് കടന്നു, ഒപ്പം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തയ്ക്ക് മറുപടിയായി വിദേശത്തേക്ക് കടന്ന വിദ്യാധരൻ കാട്ടൂർ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ ഉള്ളത്. ക്രൈംബ്രാഞ്ച് വിളിപ്പിച്ചതിൻ്റെ മറുപടിയുമായി ഇതുവരെയും ക്രൈംബ്രാഞ്ച് നോട്ടീസ് ലഭിച്ചിട്ടില്ല. ക്രൈംബ്രാഞ്ചിലാരും പോലീസ് ഉദ്യോഗസ്ഥരാരും വിളിച്ചിട്ടില്ല. വിദ്യാധരൻ എന്ന എൻ്റെ പേരിൽ ഇതുവരെയും യാതൊരുവിധ കേസുകളും ഇല്ല. വേളൂർ തങ്കരാജ്, MK ഭാസ്കരൻ അട്ടേങ്ങാനം, ബാലഗോപാലൻ കക്കാണത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.